ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് ലലീന. ഒരുപാട് കാത്തിരുന്നൊരു ദിവസമാട്ടോ ഇത്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിക്സിയുടെ എൻഗേജ്മെൻറ്റ് ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവളുടെ കൂടെ ഞാനും മേക്കപ്പ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു അവൾക്കൊരു കൂട്ടിന്. നിക്സിയുടെ മേക്കപ്പ് ഒക്കെ പുരോഗമിക്കുന്നതിനിടയ്ക്ക് ഞാനും ചെറുതായിട്ട് എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു. എൻ്റെ ഫേസിലെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നിക്സിയുടെ മേക്കപ്പ് ഒക്കെ ഏതാണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയ ഫൈനൽ ടച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ ഒരുക്കിയിരിക്കുന്ന കാണാൻ. അവളുടെ ഹെയറും മേക്കപ്പും ഒക്കെ എങ്ങനെ വേണമെന്ന് അവൾക്ക് തന്നെ നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഏകദേശം അവൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഹെയറൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് ഹെയർ സ്റ്റൈല്. ഇതായിരുന്നു നിക്സിയുടെ ലെഹങ്ക. ഇതെടുത്തിരിക്കുന്നത് ഷീമാട്ടിന്നാട്ടോ. നമ്മളെല്ലാവരും കൂടെ പോയി സെലക്ട് ചെയ്ത ലെഹങ്കയായിരുന്നു അത്. ആ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അവൾക്കൊരു പൊട്ടും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഒരു പൊട്ടും കൂടെ അവൾക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലും ആ ഓർണമെന്റ്സും ഒക്കെ അവൾക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലത്തോട്ടാ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. എൻ്റെയും നിക്സിയുടെയും മധുരം വെപ്പും പിന്നെ എൻ്റെ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടും ഒക്കെ നടന്ന ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് നേരത്തെ തന്നെ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവര് അവളെ നിർത്തിയും നടത്തിയും കറക്കിയും ഒക്കെ കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നിക്സ് നേരെ നിക്സിയുടെ വീട്ടിലോട്ട് പോവാട്ടോ. കാരണം അവിടുന്ന് പ്രേയറും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ചർച്ചിലോട്ട് വരാൻ. എൻ്റെ വീട് അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ അപ്പയും അമ്മയും അനിയനും ഒക്കെ ദാ ഫംഗ്ഷന് വരാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുവാണ്. ഞാൻ നേരെ പോയത് പരിപാടി നടക്കുന്ന ഹാളിലോട്ടാ. കാരണം നിക്സിയുടെയും നിതിനെ നമ്മളെല്ലാവരും കിച്ചു എന്നാട്ടോ വിളിക്കുന്നത്. നിക്സിയുടെയും കിച്ചുവിൻ്റെയും എൻട്രിയുടെ സമയത്ത് ഒരു ഡാൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അമല നേരത്തെ തന്നെ വന്ന് ഹാളിൽ നിൽപ്പുണ്ട്. നമുക്ക് രണ്ടുപേർക്കും സ്റ്റേജ് ഫിയർ ഉണ്ട്. നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോകുന്നത് നിക്സിയുടെ ഒരു കസിനാട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ഡാൻസ് ഒന്ന് സ്റ്റേജിൽ കയറി പ്രാക്ടീസ് ചെയ്യാമെന്ന് ഓർത്ത് നേരത്തെ തന്നെ ഹാളിലോട്ട് വന്നത്. സ്റ്റേജ് ഫിയർ ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച്. സ്റ്റേജും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നിക്സിയുടെയും കിച്ചുവിൻ്റെയും എൻട്രിയാണ്. എൻട്രിയുടെ സമയത്ത് നമ്മുടെ ഈ ഒരു ഡാൻസ് നമ്മൾ വിചാരിച്ചതിനും ഭംഗിയായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റി എന്നായിരുന്നു വിശ്വാസം. അങ്ങനെ നമ്മുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ആങ്കർ കിച്ചുവിന് ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ വെച്ച് നിക്സിനെ ഒന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന്. അങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റേജിൽ വെച്ച് കിച്ചു നിക്സിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആങ്കർ. ആങ്കറിൻ്റെ പേര് ജോസ്ന എന്നാണ്. ആള് അടിപൊളി ഒരു പാട്ടുകാരിയും കൂടിയായിരുന്നു. സ്റ്റേജിൽ പരിപാടിയൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഇതാ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി എൻഗേജ്മെൻ്റ് ഡേ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ വന്നപ്പോൾ ദാ അമലയും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു വ്ളോഗ് ഇങ്ങനെ അവസാനിപ്പിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചു വെഡ്ഡിങ് ഡേയുടെ വ്ളോഗും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു വെഡ്ഡിങ്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡ്സ് മെയ്ഡ്സ് എല്ലാവരും ഒരുങ്ങിയതാ. നിക്സിയുടെ അനിയനാട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. 2 പേര് നിക്സിയുടെ കസിൻസാണ്. ബാക്കി ഞങ്ങൾ നിക്സിയുടെ ഫ്രണ്ട്സാട്ടോ. നമ്മൾ നേരെ പോയി നിക്സിയുടെ പിന്നെ ബ്രൈഡ്സ് മെയ്ഡിൻ്റെ ഒക്കെ ബൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. കളക്ട് ചെയ്ത് നമ്മൾ നേരെ പോയത് വിൻസർ ക്യാസലിലായിരുന്നു, കോട്ടയത്തുള്ള. അവിടെ വെച്ചിട്ടായിരുന്നു ഫോട്ടോഷൂട്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നിക്സിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ ഒരുക്കിയിരിക്കുന്ന കാണാൻ. നമുക്ക് ഒരുപാട് ഇഷ്ടമായി. ജാൻവി മെക്കോവേഴ്സിന്നായിരുന്നു കേട്ടോ മേക്കപ്പ്. അതുപോലെ തന്നെ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് DIL ബ്രൈഡൽസിന്നായിരുന്നു. നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടു തുടർന്നു. നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസാട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാട്ടിലും ടയേർഡായിട്ടുണ്ടായിരുന്നു നിക്സി ആയിരുന്നു. ആള് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിക്സി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു നമ്മൾ. അങ്ങനെ ഇൻഡോർ ഫോട്ടോഷൂട്ടിന് ഫോട്ടോഗ്രാഫേഴ്സ് വന്നു. നമ്മൾ ഹോട്ടലിനുള്ളിൽ വെച്ചിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ നെക്സ്റ്റ് ചർച്ചിലോട്ടാണ് പോകുന്നത്. കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെ എത്തണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോകാട്ടോ. കാരണം അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിക്സിയുടെ അനിയൻ നമ്മളെല്ലാവരെയും കൂടെ കൂട്ടി ചർച്ചിലെത്തിയിട്ടുണ്ട്. ഇതായിരുന്നു വെഡ്ഡിങ് നടക്കാൻ പോകുന്ന ചർച്ച് ലൊക്കേഷൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. നേരെ നിക്സിയുടെ അടുത്ത് പോയി. നിക്സി ടെൻഷൻ കാര്യങ്ങളും ഒന്നും ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. എനിവേ നമ്മൾ ചർച്ചിലോട്ട് കയറാൻ പോവായിരുന്നു. അങ്ങനെ ചർച്ചിലെ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാട്ടോ ഇത്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്. അങ്ങനെ നമ്മൾ ഫൈനലി കാണാൻ ആഗ്രഹിച്ച ആ ഒരു മൊമെൻ്റ് വന്നെത്തിയിരിക്കുകയാണ്. നിക്സിയുടെ കഴുത്തിൽ കിച്ചു താലി കെട്ടുന്ന ഒരു മൊമെൻ്റ്. ഒരുപാട് സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാടധികം ഇമോഷണൽ ആയ ഒരു മൊമെൻറ്റും കൂടെ ആയിരുന്നു കേട്ടോ. ചെറുപ്പം തൊട്ട്, അതായത് 5 വയസ്സ് മുതൽ എൻ്റെ കൂടെയുള്ള ഒരാളാണ് നിക്സി. അങ്ങനെ അവളുടെ ഒരു വെഡ്ഡിങ് അന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് മാരീഡ് കപ്പിൾസിനെ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ചർച്ചിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും
കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രൈഡ്സ്മെയ്ഡ്സ് എല്ലാവരും നിക്സിയുടെയും കിച്ചുവിൻ്റെയും കൂടെ ഒന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിനിടയ്ക്ക് എനിക്കെൻ്റെ വ്ളോഗ് ചെയ്യാനും അതുപോലെ തന്നെ വ്ളോഗിലോട്ട് വേണ്ട വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിക്സിയുടെ കസിൻസിനെ ഞാൻ എൻ്റെ ഫോൺ ഏൽപ്പിച്ചു. എനിക്ക് വ്ളോഗിലിടാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരാൻ പറഞ്ഞപ്പം അവരെടുത്ത് തന്ന വീഡിയോസാട്ടോ ഇത്. ഒരു അടിപൊളി എൻട്രി ആയിരുന്നു സ്റ്റേജിലേക്ക്. ഫ്രണ്ടിൽ ഒരാൾ ലൈവായിട്ട് വയലിനൊക്കെ വായിച്ച്, അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ബ്രൈഡ്സ്മെയ്ഡ്സ്, അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ നിക്സിയും കിച്ചു. അടിപൊളി സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു എൻട്രിയും അതുപോലെ തന്നെ സ്റ്റേജും ഡെക്കറേഷനും മറ്റു സംഭവങ്ങളും ഒക്കെ. ഒരു സർപ്രൈസ് ഡാൻസും രണ്ടുപേരുടെയും വകയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ 23 വർഷമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ഡാൻസ് ചെയ്യുന്നത് കാണുന്നത്. ഒരുപാട് സന്തോഷമായി അവളെ അങ്ങനെ കണ്ടപ്പോൾ. അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. സ്റ്റേജിലെ ബാക്കി പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ലാംപ് ലൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കേക്ക് കട്ടിംഗ് ഉണ്ട്, ഫൈനലി ഒരു വൈൻ ടോസ്റ്റിംഗ്. വൈൻ എടുത്തു കൊടുക്കുന്നത് നിക്സിയുടെ അനിയൻ നിബിനാണ് കേട്ടോ. അങ്ങനെ സ്റ്റേജിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അടുത്തതായിട്ടൊരു ഷൂ ഗെയിമായിരുന്നു. അടിപൊളിയായിട്ടൊരു ഷൂ ഗെയിമും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. സ്റ്റേജിലെ പരിപാടികൾ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ അനിയനും ജോർജോട്ടിയൊക്കെ വന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ചായയും കൂടെ കുടിച്ചു. ഞാൻ ഫോട്ടോ എടുക്കുവാണെന്ന് വിചാരിച്ചാണ് ജോർജൂട്ടി വന്നത്. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആളിതാ ഓടിപ്പോകുന്നുണ്ട്. ഇതെൻ്റെ അനിയനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇത്. ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.